നീക്കം ചെയ്തു. തീർച്ചയായും 6:30 മണിയോടുകൂടി തെരച്ചിൽ അവസാനിപ്പിക്കും. പക്ഷെ അതിനു മുൻപ് ഇന്നിപ്പോൾ ഈ തെരച്ചിൽ ഏതാണ്ട് മണിക്കൂറുകൾ പിന്നിടുമ്പോൾ അവസാനിക്കാറാകുമ്പോൾ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ തെളിവുകളിലേക്ക് അന്വേഷണ സംഘം എത്തുന്നു എന്നുള്ളത് തന്നെയാണ്. തെളിവുകൾ ലഭ്യമാകാതെ അന്വേഷണത്തിന് ഒരു ദിശ ലഭിക്കാതെ പല ദിവസങ്ങളിലായി തുടർന്നിരുന്ന ഒരു സംഗതി, അതിലൊരു വ്യത്യാസം വന്നിരിക്കുന്നു. വളരെ കൃത്യമായി തന്നെ ചില സൂചനകൾ ലഭ്യമാകുന്നു. അപ്പോൾ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലുകൾ അത് യാഥാർത്ഥ്യമാകുകയാണ് എന്ന് തെളിയുകയാണ്. ഇതിൻ്റെ കാരണക്കാരാര്, ആരൊക്കെയാണ് മരിച്ചത്, ഏതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇവരെ കൊലപ്പെടുത്തിയത് തുടങ്ങിയ കാര്യങ്ങളിലാണ് വിശദമായ അന്വേഷണവും കണ്ടെത്തലും മറ്റും വേണ്ടത്. സൈത്ത്, ഇനിയിപ്പോൾ മനസ്സിലാക്കേണ്ടത് ഈ ആളുകളെ തിരിച്ചറിയുക എന്നുള്ളതാണ്. വർഷങ്ങൾ പഴക്കമുള്ള സംഭവങ്ങളാണ്, തലയോട്ടിയും അസ്ഥിയും മാത്രമാണ്. ഈ പറഞ്ഞ പോലെ ശാസ്ത്രീയ പരിശോധനകൾ വേണ്ടിവരും. തിരിച്ചറിയലിനായി DNA ടെസ്റ്റ് അടക്കം നടത്തേണ്ട സാഹചര്യമൊക്കെ ഒരുങ്ങും. അങ്ങനെ ഇനിയും ഈ കേസിൻ്റെ യഥാർത്ഥ വസ്തുതകളിലേക്ക് പോകാൻ നിരവധി കടമ്പകൾ കടക്കേണ്ടതുണ്ട്. മാത്രമല്ല, അവിടുന്ന് കിട്ടുന്ന മൃതദേഹാവശിഷ്ടങ്ങൾ ഉണ്ട് എന്നതിനപ്പുറം ഈ മിസ്സിംഗ് ആയി നിലവിൽ പോലീസിൻ്റെ കയ്യിലുള്ള കണക്കനുസരിച്ച് അവർ തന്നെയാണോ എന്ന് തെളിയിക്കാൻ DNA പരിശോധന നടത്തേണ്ടി വരും. ആ DNA പരിശോധന റിപ്പോർട്ട് വരെ നമുക്ക് ഇക്കാര്യത്തിൽ കാത്തിരിക്കേണ്ടി വരും. അതിനും അപ്പുറം സങ്കീർണമാണ്. ഇവർ മരണപ്പെട്ടതാവുമ്പോൾ എങ്ങനെ മരണപ്പെട്ടു, ആരാണ് ഇതിന് പിന്നിൽ, അങ്ങനെ സങ്കീർണമായ നിരവധി ചോദ്യങ്ങളുണ്ട്. ഒരുപക്ഷെ അന്വേഷണ സംഘത്തിന് അതിലേക്ക് തന്നെ കടക്കാൻ കഴിയുമോ എന്ന ചോദ്യമാണ്. കാരണം ഈ മൃതദേഹ അവശിഷ്ടങ്ങൾ ഇവരുടെ തിരോധാനത്തിന് ശേഷം എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് മൃതദേഹ അവശിഷ്ടങ്ങൾ ലഭിക്കുന്നു എന്ന സൂചനകൾ പോലും ഉണ്ടാവുന്നത്. അപ്പോൾ ഈ കൊല നടത്തിയത് അല്ലെങ്കിൽ കുറ്റകൃത്യത്തിന് പിന്നിലാരെ എന്ന സങ്കീർണമായൊരു ചോദ്യമുണ്ട്. ഒരുപക്ഷെ അന്വേഷണ സംഘത്തിനൊക്കെ എത്ര കണ്ട് അതിലേക്ക് ചെന്നെത്താൻ കഴിയുമെന്ന ചോദ്യം കൂടിയാണ് ഉയരുന്നത്. നേരത്തെ സുജാത ഭട്ട് അവരൊക്കെ സൂചിപ്പിച്ചതുപോലെ തൻ്റെ കാണാതായ മകളുടെ ഒരു അസ്ഥി കഷ്ണമെങ്കിലും തരൂ ഒരു കർമ്മം ചെയ്യാൻ. സ്വാഭാവികമായി അവരുടെ ചോദ്യം ഇതാണ്. തൻ്റെ മകൾക്ക് അല്ലെങ്കിൽ തൻ്റെ മകന്, അച്ഛന്, അമ്മയ്ക്ക്, അങ്ങനെ കാണാതായവർക്കൊക്കെ എന്തു പറ്റി എന്നറിയാൻ പല കുടുംബങ്ങളും കാത്തിരിക്കുകയാണ്. ആ ചോദ്യത്തിനെങ്കിലും ഒരു പക്ഷേ ഇപ്പോഴത്തെ തെരച്ചിൽ ഉത്തരം നൽകിയേക്കാം. അതിനപ്പുറം ഈ കൊലയ്ക്ക് പിന്നിൽ ആരാണ്, എന്താണ് അവർക്ക് സംഭവിച്ചത് തുടങ്ങിയ ചോദ്യങ്ങൾ ഇപ്പോഴും ഒരു പ്രഹേളിയായി തന്നെ തുടരും. അത് ഈ പരിശോധനയിൽ പൂർണ്ണമാവുന്നതല്ല. സങ്കീർണമായ അന്വേഷണ നടപടികൾ ഇനിയും ബാക്കിയുണ്ടാവണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാഹചര്യം. കുഴിച്ചിട്ടിരുന്ന രഹസ്യങ്ങളാണിപ്പോൾ പുറത്തു വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം. കുഴിച്ചിട്ട രഹസ്യങ്ങൾ പുറത്തു വരുന്നു. അസ്ഥികൾ പരിശോധനയ്ക്ക് അയക്കും. തലയോട്ടിയുമായി ബന്ധപ്പെട്ട പരിശോധനയുണ്ടാകും. ഈ പ്രേക്ഷകർ കാണുന്ന എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങളാണ്, സ്ഥലത്ത് നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി ന്യൂസ് 18 സംഘം അവിടെ തുടരുന്നുണ്ട്. അവിടെ എല്ലാ വിവരങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. ബൈജു പറയുന്നതനുസരിച്ച് വരും ദിവസങ്ങളിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ, കൂടുതൽ സാക്ഷിമൊഴികൾ, ഈ കൃത്യങ്ങളിലൊക്കെ നേരിട്ട് പങ്കെടുത്ത പല ആളുകളും SIT സംഘത്തിൻ്റെ നിരീക്ഷണത്തിലും പരിശോധനയിലും മറ്റുമാണ് എന്നുകൂടി മനസ്സിലാക്കണം ഇതുമായി ബന്ധപ്പെട്ട് ചേർത്ത് വെക്കുമ്പോൾ. അങ്ങനെ രാജ്യത്തെ നടുക്കിയ, കർണാടകയെ നടുക്കിയ കേരളത്തിലെ പല ആളുകളും കാണാതായ തിരോധാനവുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ നീക്കാനൊക്കെ ഉതകുന്ന തരത്തിലുള്ള അന്വേഷണം പുരോഗമിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ആ തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. ബൈജു, 6:30 മണി അല്ലേ, 6:30 മണിയോടുകൂടി തെരച്ചിൽ, ഇപ്പോൾ തെരച്ചിലൊന്ന് ഈ പുതിയ തെളിവുകൾ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ തെരച്ചിലൊന്ന് മന്ദീഭവിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഇനിയും കൂടുതൽ സ്ഥലങ്ങളിൽ പരിശോധിക്കാനുണ്ടോ? ഈ പോയിന്റ് 6-ൽ ഇനിയും പല മേഖലകളും ബാക്കിയുണ്ടോ? രഞ്ജിത്തെ, 6:30 മണിയോട് കൂടിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അവസാനിപ്പിച്ചത്. ഒരു പക്ഷേ ഇന്നത്തെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്തത് ഒരു പക്ഷേ നീണ്ടുപോയേക്കാം. പക്ഷേ വെളിച്ചത്തിന്റെ ഒരു പ്രശ്നമുണ്ട്. അത്തരം സംവിധാനങ്ങളൊന്നും എത്തിക്കാൻ കഴിയാത്തൊരു സ്ഥലമാണിത്. പ്രത്യേകിച്ച് JCB അത്തരം യന്ത്രോപകരണങ്ങളൊന്നും ഇവിടെ എത്തിക്കാൻ കഴിയാത്തൊരു സാഹചര്യം കൂടിയുണ്ട്. കാരണം നിറയെ മരങ്ങളാണ്. ഇപ്പോൾ ഈ പ്രദേശത്തേക്ക് അന്വേഷണ സംഘം എത്തിയത് തന്നെ ഒരുപാട് ചെറിയ ചെറിയ മരങ്ങളൊക്കെ വെട്ടിമാറ്റിയാണ് അവിടെ പോകുന്ന സാഹചര്യം ഉണ്ടായത്. അതിനും കുറെ സമയമെടുത്തു. നിലവിൽ ഇപ്പോൾ വളരെ തെളിവുകൾ നശിപ്പിക്കാതെ വളരെ സമാധാനപരമായി വളരെ ശ്രദ്ധാപൂർവമാണ് ഇപ്പോൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. കാരണം ഒരു അസ്ഥി ഇത്തരത്തിൽ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ച ഒരു സ്ഥലമാണ്. അതുകൊണ്ട് നേരത്തെ നടത്തിയ രീതിയിലുള്ള തെരച്ചിൽ നടത്തുക അസാധ്യമാണ്. കാരണം അതിൽ ഒരു പക്ഷേ തെളിവുകൾ നഷ്ടപ്പെട്ടേക്കാം. അതുകൊണ്ടാണ് ഇപ്പോൾ അത്ര സൂക്ഷ്മതയോടുകൂടി ഇപ്പോൾ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയ സ്ഥലത്ത് ഇത്തരമൊരു കൃത്യമായ ഒരു മൃതദേഹാവശിഷ്ടം തന്നെ ലഭിച്ച സാഹചര്യത്തിൽ അത് കൂടുതൽ ഗൗരവം ഈ കേസിൽ വർദ്ധിപ്പിക്കുന്നതെന്നാണ് ഇപ്പോൾ
ഈ ധർമ്മസ്ഥലയുടെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടായ ഏറ്റവും മാറ്റം. ഒരു പക്ഷേ ഇയാളോട് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ സംസാരിക്കുമ്പോൾ നമുക്ക് പോലും അത് വിശ്വാസമുണ്ടായിരുന്നു, ഉറപ്പുണ്ടായിരുന്നു. അയാൾ ആ രീതിയിലായിരുന്നു വിവരിച്ചത്. അന്ന് മൃതദേഹങ്ങൾ വാഹനത്തിൽ എത്തിച്ചതും അത് പിന്നീട് അത് സ്ഥിരം ഇങ്ങനെ വരുന്ന ഒരു സാഹചര്യമൊക്കെ അത് കൃത്യമായി അയാൾ അത് ഓർത്ത് പറയുന്നുണ്ടായിരുന്നു. ഒരു പക്ഷേ ഇവിടെ നിന്നും പലായനം ചെയ്ത അദ്ദേഹം ഈ സൗജന്യ കേസിൽ വലിയ തോതിൽ ആളുകൾ രംഗത്തിറങ്ങുന്ന ഒരവസ്ഥ വന്നുകൂടിയാണ് ധൈര്യം സംഭരിച്ച് ഈ കാര്യങ്ങളെല്ലാം പുറലോകം അറിയണം എന്ന ഒരു തീരുമാനമെടുത്ത് ഇവിടത്തേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായത്. പിന്നീട് ഈ ആക്ഷൻ കമ്മിറ്റി ഇയാളെ സുരക്ഷിതമായ സ്ഥലത്ത് പാർപ്പിച്ചു. ഒപ്പം ഈ ഒരു അഭിഭാഷകർ, അത് എടുത്തു പറയേണ്ടതാണ്, മഞ്ജുനാഥ, ധനഞ്ജയ ഉൾപ്പെടെയുള്ള പ്രഗത്ഭരായ അഭിഭാഷകർ അവർ തന്നെയാണ് ഈ പോരാട്ടത്തിന് മുന്നിൽ നിന്നതും ഈ പോരാട്ടത്തിന് ഓരോ ഘട്ടങ്ങളിലും ഇത്തരത്തിൽ നിർദ്ദേശങ്ങൾ നൽകിയും നിയമ സഹായം, അത് കൃത്യമായി നിയമത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു മുന്നോട്ട് പോക്ക്, അതാണ് നമ്മൾ ഈ ഒരു കേസിൽ കണ്ടത്. അതല്ലാതെ മറ്റ് സ്ഥലങ്ങളിലുള്ള വലിയ തോതിൽ പ്രതിഷേധവും പ്രക്ഷോഭവും നടത്തി ഏതെങ്കിലും തരത്തിൽ ഉപരോധ സമരം, റോഡ് ഉപരോധിച്ച് അത്തരം ഒരു പ്രവൃത്തി ഒന്നും നടത്താതെ ഒരു സത്യം തെളിയുന്ന വലിയൊരു കൊലപാതകത്തിന്റെ ഒരു ചുരുളഴിയുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണാൻ സാധിച്ചത്. അതായത് നിശബ്ദരായി ഏതെങ്കിലും തരത്തിൽ പ്രതികരിക്കാൻ കഴിയാത്ത ഒരു ജനത, അതാണ് ധർമ്മസ്ഥലയിൽ നമ്മൾ വരുമ്പോൾ കണ്ടത്. അവരുടെ ശബ്ദം പുറത്ത് എവിടെയും കേൾക്കാത്ത സാഹചര്യം. ഇവിടെ മാത്രം പ്രതിഷേധങ്ങളിൽ ഒതുങ്ങി ഒരുപക്ഷെ അങ്ങനെ കഴിഞ്ഞിരുന്ന സമയമുണ്ടായിരുന്നവർക്ക് അത് ഇന്ന് രാവിലെയും ജയന്ത് സൂചിപ്പിച്ചതാണ്. ഈ SIT അന്വേഷണം നിർത്തണമെന്ന് പോലും ഇന്ന് രാവിലെ ചില സംഘടനകൾ പ്രസ്താവന ഇറക്കുകയുണ്ടായി. അത് ആ സമയങ്ങളിലും അവർ മുന്നറിയിപ്പ് നൽകിയത് ഇതുവരെ നമ്മൾ ഏതെങ്കിലും തരത്തിൽ അക്രമ സമരങ്ങളോ അതല്ലാതെ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയിട്ടില്ല. ഇതിൽ രാഷ്ട്രീയമില്ല, ജാതിയോ മതവുമില്ല, അത്തരത്തിലുള്ള ഒരു സംഭവമാണ്. ഒരു പക്ഷേ പല മതത്തിൽപ്പെട്ട പല ആളുകളും ഇവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ടാകാം. അത് തന്നെയാണ് ഈ ശുചീകരണ തൊഴിലാളി പറഞ്ഞതും. ഓരോ മൃതദേഹങ്ങളും അയാളുടെ കയ്യിലെത്തുമ്പോൾ അത് വിവരിക്കാൻ പോലും നമുക്കൊരു പക്ഷേ ഇവിടെ ഈ ഒരു പ്രേക്ഷകർക്ക് മുന്നിൽ വിവരിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള കാര്യങ്ങൾ പോലും അദ്ദേഹം നമ്മോട് വ്യക്തമാക്കിയിരുന്നു. ഒരു പക്ഷേ അതൊക്കെ ആകാം ഈ ഒരു ദൗത്യം ഏറ്റെടുക്കാൻ നമ്മളെയും പ്രേരിപ്പിച്ചത്. അത് ന്യൂസ് 18 അതിൽ ഒരുപാട് ഈ വാർത്തകൾക്ക് പിന്നാലെ ന്യൂസ് 18നും രംഗത്ത് വരാൻ കാരണം അത്രത്തോളം ക്രൂരമായ പീഡനം ഏൽക്കേണ്ടി വന്നു. ഓരോ മരണങ്ങൾക്കും ഇപ്പോൾ കണ്ടെത്തിയ ഈ അസ്ഥിയും അതുപോലെ തന്നെ ഒരുപാട് ഇത്തരത്തിലുള്ള മർദ്ദനവും അതുപോലെ തന്നെ വീണ്ടുമൊക്കെ ഉണ്ടായിരിക്കും ഇത്തരത്തിൽ മരണം ഉണ്ടായിട്ടുണ്ടായത്, കൊലപാതകം നടന്നിട്ടുണ്ടാവുക. എന്നാൽ അതൊക്കെ ഇനി ഫോറൻസിക് പരിശോധന നടത്തേണ്ടതുണ്ട്. ഒരു പക്ഷേ വളരെ പഴക്കമുള്ള, സജിത്ത് പറഞ്ഞ പോലെ തന്നെ വളരെ സങ്കീർണതകളുണ്ട് ഈ ഒരു കേസിൽ ഇനി മുന്നോട്ട്. പക്ഷേ കൂടുതൽ പേർ പരാതിയുമായി രംഗത്ത് വരുന്നു എന്ന വിവരം അല്പസമയം അങ്ങനെ ഒരു വിവരം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത്തരം ആളുകൾ നമ്മളെ കാണാൻ തയ്യാറായിട്ടുണ്ട്. കാരണം ഈ വാർത്ത ആദ്യം പുറത്തു കൊണ്ടുവന്നത് നമ്മളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഈ പലരും നമ്മളെ ഇപ്പോഴും വിളിക്കുന്നുണ്ട്. ഏതായാലും ഇത് സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്താനുണ്ട്. ഇനി ഇതുവരെ ഇപ്പോൾ ഉള്ളതിനേക്കാളും 2014 ശേഷം ഈ ശുചീകരണ തൊഴിലാളി ഇവിടെ നിന്നും പലായനം ചെയ്തതിനു ശേഷം നടന്ന ക്രൂര കൃത്യങ്ങളുടെ കഥ അതൊരു പക്ഷേ ഇനി പുറത്തു വരാം. ധർമ്മസ്ഥലയിലെ ഈ ഒരു സംഭവം, ഈ കൊലപാതക പരമ്പര സംബന്ധിച്ച് ഇവിടെ അവസാനിക്കുന്നില്ല. ഇതൊരു തുടക്കം മാത്രമാണ്. എന്തായാലും നാളത്തെ പരിശോധനയും നിർണായകമായിരിക്കും. അത്തരം നടപടികളിലേക്കായിരിക്കും എന്തായാലും SIT സംഘം കടക്കുക. കൂടുതൽ ഇനി ഇവരുടെ സംഘത്തിൽ കൂടുതൽ ആളുകളെ ചിലപ്പോൾ ഉൾപ്പെടുത്തിയേക്കാം. അന്വേഷണത്തിന് ഗതി മാറ്റിയേക്കാം. കൂടുതൽ ഒരേ സമയത്ത് വിവിധ ഇടങ്ങളിൽ പരിശോധന നടത്തിയേക്കാം. അത്തരം തീരുമാനങ്ങളൊക്കെ നമുക്ക് രാത്രിയോടുകൂടി മനസ്സിലാക്കാൻ സാധിക്കും. ഏതായാലും ആ രീതിയിലുള്ള ഒരു അന്വേഷണം തന്നെയാണ് ഇപ്പോൾ ഇനി SIT നടത്താൻ പോകുന്നത്. ശരി, KV ബൈജു ആണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്.